ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് റോബർട്ട് ബ്രൂക്ക് എഴുതിയ പീസ് എന്ന പോം ഡിസ്കസ് ചെയ്യാം. റോബർട്ട് ബ്രൂക്കിൻ്റെ പീസ് എന്ന കവിത 1914 എഴുതിയതാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആദ്യ നാളുകളുടെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ കവിത മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അന്ന് നിരവധി യുവാക്കൾ ദേശസ്നേഹവും അതുപോലെ സെൻസ് ഓഫ് ഡ്യൂട്ടി അതെല്ലാം കൊണ്ട് മനസ്സ് നിറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ബ്രൂക്കിൻ്റെ പീസ്, അത് സമാധാനം എന്ന കവിത യുദ്ധത്തോടുള്ള വ്യാപകമായ ആ ആവേശത്തെ പ്രതിഫലിപ്പിക്കുന്നു. അപ്പം നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. നൗ ഗോഡ് ബി താങ്ക്ഡ് ഹു ഹാസ് മാച്ച്ഡ് അസ് വിത്ത് ഇസ് ആർ. അപ്പോൾ ഇത് കീ ഫ്രേസ് ആണ്, ഒരു പ്രധാന വാക്യമാണ്. ഹു ഹാസ് മാച്ച്ഡ് അസ് വിത്ത് ഹിസ് ആർ. അതായത് ഇപ്പോൾ ദൈവത്തിന് നന്ദി പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കവി തുടങ്ങുന്നത്. അപ്പോൾ ലോകമൊരുസന്ധിയെ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള അവസരം കിട്ടിയതിന് ദൈവത്തോട് പോയിട്ട് നന്ദി പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഹിസ് ആർ, അതായത് ഈ വാക്യം ഇത് ദൈവം തിരഞ്ഞെടുത്ത ഒരു പ്രത്യേക സമയമാണെന്നും യുദ്ധത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമയമാണെന്നും ഊന്നി പറയാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ അത് ദൈവികമായി നയിക്കപ്പെട്ടിരിക്കുന്നു എന്നുമാണ് കവി ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പ്രകടിപ്പിക്കുകയാണ് നമ്മുടെ പോയിറ്റ് ഇവിടെ. അപ്പം പോയിറ്റ് ഈസ് താങ്ക്ഫുൾ ഫോർ ബീങ് പ്ലേസ്ഡ് ഇൻ ദിസ് പർട്ടിക്കുലർ ഹിസ്റ്ററിക്കൽ മൊമെൻറ്റ് ആൻഡ് കോട്ട് അവർ യൂത്ത് ആൻഡ് വേക്കൻഡ് അസ് ഫ്രം സ്ലീപ്പിംഗ്. അപ്പം ഈ വേക്കൻഡ് അസ് ഫ്രം സ്ലീപ്പിംഗ്, അപ്പം ഈ ഒരു വരി യുദ്ധത്തെ സൂചിപ്പിക്കുന്നു. അതായത് കോട്ട് അവർ യൂത്ത് എന്ന് പറയുന്നത് ഇതിനർത്ഥം യുദ്ധം യുവതലമുറയുടെ ഊർജവും ശ്രദ്ധയും നേടിയെടുത്തു എന്നാണ്. അതായത് അവരെ അതായത് യുദ്ധത്തിൻ്റെ സ്വാധീന മേഖലയിലേക്ക് ആകർഷിച്ചു എന്നാണ്. അത് കോട്ട് അവർ യൂത്ത്. അപ്പം നമ്മളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി എന്ന ആ ഒരു ഫ്രേസ്, യുദ്ധം യുവാക്കളുടെ സാധാരണ ജീവിതത്തെ തടസ്സപ്പെടുത്തി, അതായത് അവരെ ഉത്തരവാദിത്വത്തിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും ഒരു പുതിയ ബോധത്തിലേക്ക്, ഒരു സെൻസിലേക്ക് അവരെ ഉണർത്തി. അപ്പം മുന്നിലുള്ള വെല്ലുവിളികളെ സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിച്ചു എന്നാണ് ഈ വരി സൂചിപ്പിക്കുന്നത്. അപ്പം ഇവിടെ കവി പറയുന്നത് യുദ്ധം വിനാശകരമാണെങ്കിലും യുവാക്കൾക്ക് അവരുടെ ധൈര്യം തെളിയാനും അതുപോലെ ഒരു വലിയ ലക്ഷ്യത്തിന് അർത്ഥവത്തായ സംഭാവന നൽകാനും അവസരം കിട്ടി എന്നാണ് കവി വിശ്വസിക്കുന്നത്. അതാണ് പറയുന്നത് കോട്ട് അവർ യൂത്ത് ആൻഡ് വേക്കൻഡ് അസ് ഫ്രം സ്ലീപ്പിംഗ്. അപ്പം അടുത്ത ലൈനിലോട്ട് നമുക്ക് പോവാം. വിത്ത് ഹാൻഡ് മെയ്ഡ് ഷുവർ ക്ലിയർ ഐ ആൻഡ് ഷാർപ്പൻഡ് പവർ. അപ്പം വിത്ത് ഹാൻഡ് മെയ്ഡ് ഷുവർ, അപ്പം ഈ വാചകം ഫേം ഹാൻഡിനെയാണ്, അത് ഉറച്ച കൈകളെ സൂചിപ്പിക്കുന്നു. അതായത് യുദ്ധസമയത്ത് ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനെയോ ഇല്ലെങ്കിൽ ജോലികൾ ചെയ്യുന്നതിനോ ഉള്ള ആ സ്കിൽ, ആ വൈദഗ്ധ്യവും അതിൽ പ്രിസിഷൻ, ആ കൃത്യതയും സൂചിപ്പിക്കുന്നു. ക്ലിയർ ഐ എന്നാണ് പറയുന്നത് അടുത്ത ഒരു ഫ്രേസ്. അതായത് ഇത് സൂക്ഷ്മമായ നിരീക്ഷണത്തെയും അത് ഭീഷണികളെ തിരിച്ചറിയാനുള്ള കഴിവിനെയും അതുപോലെ കുഴപ്പങ്ങൾ നിറഞ്ഞ യുദ്ധ അന്തരീക്ഷത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനെയും പ്രതീകപ്പെടുത്തുന്നു. അപ്പം അടുത്ത എന്താണ് പറയുന്നത്? ഷാർപ്പൻഡ് പവർ എന്ന് പറയുന്നത് മൂർച്ചയുള്ള ശക്തി. അപ്പോൾ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ സഹിക്കാനും ഫലപ്രദമായി പോരാടാനും ആവശ്യമായ ശാരീരിക ശക്തി, ആ സ്ട്രെങ്ത്, അതുപോലെ സഹിഷ്ണുത, സ്റ്റാമിന, അതുപോലെ മാനസിക ധൈര്യം, മെൻ്റൽ ഫോർട്ടിറ്റ്യൂഡ് എന്നിവയെ ഇത് സൂചിപ്പിക്കുന്നു. അപ്പോൾ അതായത് ഈ ഒരു വരി നമ്മുടെ മുൻപിൽ കാണിച്ചു തരുന്ന ചിത്രം ശാരീരിക ഗുണങ്ങൾ മാത്രമല്ല, ഫിസിക്കൽ ക്വാളിറ്റീസ് മാത്രമല്ല, മറിച്ച് മാനസികമായി സ്ട്രോങ് ആയിട്ടുള്ള ദൃഢനിശ്ചയമുള്ള യുദ്ധത്തിൻ്റെ വെല്ലുവിളികളെ സ്വീകരിക്കാൻ തയ്യാറാവുന്ന ഒരു സൈനികൻ്റെ ചിത്രമാണ് കാണിച്ചു തരുന്നത്. അടുത്ത ലൈൻ നമുക്ക് നോക്കാം. ടു ടേൺ ആസ് സ്വിമ്മേഴ്സ് ഇൻ ടു ക്ലെയിൻനെസ് ലീപ്പിംഗ്. അപ്പം ടു ടേൺ, അപ്പം ഈ ഒരു ടേൺ എന്നത് ഒരു ചേഞ്ച് ഓഫ് ഡയറക്ഷൻ, അതായത് പഴയതിൽ നിന്ന് മാറി പുതിയതും മികച്ചതുമായ ഒന്നിലേക്ക് തിരിയുന്നു, ടേൺ ആകുന്നു. അപ്പം ഈ ലൈൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റഫോറിക്കൽ ക്ലെൻസിങ് ആൻഡ് റീജുവിനേഷൻ ആണ്. അതായത് ഇപ്പം നമുക്ക് പറയാം നീന്തൽ, സ്വിമ്മേഴ്സ്. അപ്പം നീന്തൽ എന്ന പ്രവൃത്തി എങ്ങനെ അഴുക്ക് കഴുകിക്കളയും എന്നതിന് സമാനമായി ഈ ചിത്രം വിശുദ്ധിയുടെയും ഉന്മേഷത്തിൻ്റെയും ഒരു സെൻസ്, ഒരു ബോധമുണർത്തുന്നു. അപ്പോൾ ഇവോക്സ് എ സെൻസ് ഓഫ് പ്യൂരിറ്റി ആൻഡ് റിഫ്രഷ്മെൻറ്റ്. അതുപോലെ ലീപ്പിംഗ്, അപ്പോൾ ആ ചാടുന്ന പ്രവൃത്തി ഈ പുതിയ അവസ്ഥയിലേക്കുള്ള സന്തോഷകരവും ഊർജ്ജസ്വലവുമായ പ്രവേശനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം യുദ്ധത്തിന് പോകുന്ന പ്രവൃത്തിയെ നമുക്ക് പറയാം ഒരു കുളത്തിലേക്ക് ഉന്മേഷദായകമായി മുങ്ങുന്നതുമായി താരതമ്യം ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു സ്പിരിച്വൽ, അത് ആത്മീയമായോ ഇല്ലെങ്കിൽ ധാർമ്മികമായോ അത് മോറലായോ ഉള്ള ഒരു റീബർത്ത്, ഒരു പുനർജന്മത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അവിടെ വ്യക്തികൾ ക്ഷീണിച്ചതും അതുപോലെ വേണൗട്ടായിട്ടുള്ളതും നെഗറ്റീവ് ആയതുമായുള്ള ഒരു ലോകം ഉപേക്ഷിച്ച്
പുതിയതും പോസിറ്റീവുമായ ഒന്ന് സ്വീകരിക്കുന്നു. അതാണ് പറയുന്നത് ടു ടേൺ ആസ് സ്വിമ്മേഴ്സ് ഇൻ ടു ക്ലീൻലെസ് സ്ലീപ്പിംഗ്. അപ്പം ഇവിടെ കമ്പയറിങ് ദ ആക്ട് ഓഫ് ഗോയിങ് ടു വാർ വിത്ത് എ റിഫ്രഷിംഗ് ഡൈവ് ഇൻ ടു എ പൂൾ ആണ്. ഓക്കെ, ഇനി അടുത്ത ലൈനിലോട്ട് നമുക്ക് പോവാം. ഗ്ലാഡ് ഫ്രം എ വേൾഡ് ഗ്രോൺ ഓൾഡ് ആൻഡ് കോൾഡ് ആൻഡ് വിയറി. അപ്പോൾ യുദ്ധത്തിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ സ്പീക്കറിൻ്റെ സന്തോഷവും ആശ്വാസവും പ്രകടിപ്പിക്കുകയാണ് ഇവിടെ. അത് ഓൾഡ് ആൻഡ് കോൾഡ് ആൻഡ് വേരി ആയിട്ടുള്ള ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും എങ്ങോട്ട് പോവാണ്? പുതിയതും പ്രതീക്ഷ നൽകുന്നതുമായ ഒരു ദിശയിൽ സന്തോഷവും ലക്ഷ്യവും കണ്ടെത്തുകയും ചെയ്യുക എന്ന ആശയത്തെ ഊന്നിപ്പറയുകയാണ് ഇവിടെ. അപ്പം ഈ സന്ദർഭത്തിൽ യുദ്ധം ദുഃഖത്തിൻ്റെയോ ഭയത്തിൻ്റെയോ ഉറവിടമല്ല, മറിച്ച് സ്വാഗതാർഹമായ ഒരു മാറ്റമാണ്. അതായത് ദൈനംദിന ജീവിതത്തിൻ്റെ ക്ഷീണത്തിൽ നിന്ന് രക്ഷപ്പെടാനും കൂടുതൽ മഹത്തായ ഒരു ലക്ഷ്യം സ്വീകരിക്കാനുമുള്ള ഒരു അവസരമാണ് എന്നാണ് കവി ഇവിടെ പറയുന്നത്. ലീവ് ദ സിക്ക് ഹാർട്ട്സ് ദാറ്റ് ഓണർ കുഡ് നോട്ട് മൂവ്. അപ്പോൾ ഇവിടെ സിക്ക് ഹാർട്ട്സ് എന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് തോസ് ഹു ആർ അൺവില്ലിങ് ടു ഫൈറ്റ് ആണ്. അതായത് യുദ്ധത്തിൻ്റെ മഹത്തായ ലക്ഷ്യത്തെ ഉൾക്കൊള്ളാൻ പരാജയപ്പെടുന്നവരെയാണ് ഈ വരി സൂചിപ്പിക്കുന്നത്. അപ്പം ഈ വരി മൊത്തത്തിൽ ശാരീരികമായോ വൈകാരികമായോ ദുർബലരായ യുദ്ധത്തിൽ പോരാടുന്നതിൻ്റെ ബഹുമാനം സ്വീകരിക്കാൻ തയ്യാറാകാത്ത വ്യക്തികളെ സൂചിപ്പിക്കുന്നു. അപ്പം യഥാർത്ഥ ബഹുമാനം സൈനിക സേവനത്തിലാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ സൈനിക സേവനത്തിൽ നിന്നാണ് കിട്ടുന്നത് എന്നാണ് ബ്രൂക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആൻഡ് ഹാഫ് മെൻ ആൻഡ് ദ ഡേർട്ടി സോങ്സ് ആൻഡ് ഡ്രിയറി. അപ്പോൾ ഹാഫ് മെൻ ഈ വാചകം പുരുഷത്വത്തിൻ്റെ പ്രതീക്ഷകൾ, അതായത് എക്സ്പെക്റ്റേഷൻസ് ഓഫ് മാൻഹുഡ് നിറവേറ്റാൻ പൂർണ്ണമായും പ്രാപ്തിയില്ലാത്തവരെയോ അല്ലെങ്കിൽ തയ്യാറല്ലാത്തവരെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായ ശക്തി, ധൈര്യം ഇല്ലെങ്കിൽ സമർപ്പണം എന്നിവ അവർക്ക് ഇല്ലെന്നാണ് ഈ വരി സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ വൃത്തികെട്ട പാട്ടുകളും വിരസതയും, ഡേർട്ടി സോങ്സ് ആൻഡ് ഡ്രയറി, അപ്പോൾ യുദ്ധത്തിൽ ഉൾപ്പെടാത്തവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവരെ എന്തായിട്ടാണ് കവി പറയുന്നത്? മോറൽ ആൻഡ് ഇമോഷണൽ ഡീക്കേ ഓഫ് തോസ് ഹൂ അവോയ്ഡ് സർവീസ്. അതായത് ബ്രൂക്ക് അവരുടെ ഒഴിവു സമയത്തെ, ലെഷർ ടൈമിനെ ഒരു ദേശസ്നേഹത്തിൻ്റെ അഭാവവുമായും അതുപോലെ സത്യ തകർച്ചയുമായി ബന്ധപ്പെടുത്തുന്നത്. അത് ലാക്ക് ഓഫ് പാട്രിയോട്ടിസം ആണ് അവർക്ക്, അതുപോലെ ഡിക്ലൈൻ ഇൻ വെർച്യു ആണ് അവർക്ക് എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾ ദ ലിറ്റിൽ എംപ്റ്റിനെസ് ഓഫ് ലവ്. അപ്പം ഇവിടെ കടമയുടെ ഒരു വിളിയാണ് പറയുന്നത്, കോൾ ഓഫ് ഡ്യൂട്ടിയാണ്. അപ്പോൾ വ്യക്തിപരമായ ബന്ധങ്ങൾക്കോ വൈകാരിക കാര്യങ്ങൾക്കോ മുൻഗണന നൽകുന്നവർക്ക് യഥാർത്ഥ സ്നേഹമോ ലക്ഷ്യബോധമോ ഇല്ലെന്ന് ഈ വാചകം സൂചിപ്പിക്കുന്നു. അപ്പോൾ സാരാംശത്തിൽ ദുർബലരും ഭീരുക്കളും ധാർമ്മികവുമായി ഫ്ലോ ആയിട്ടുള്ള, അത് മോറലി ഫ്ലോ ആയിട്ട് കരുതപ്പെടുന്നവരെ കഠിനമായി ഇവിടെ പോയിട്ട് കണ്ടം ചെയ്യുകയാണ്. അപ്പോൾ ഈ വരികൾ ദേശസ്നേഹിയായ പട്ടാളക്കാരൻ്റെ ഒരു ഐഡലൈസ്ഡ് ഇമേജുമായി താരതമ്യം ചെയ്യുന്നു. അപ്പം യുദ്ധസമയത്ത് കടമയുടെയും ത്യാഗത്തിൻ്റെയും പ്രാധാന്യത്തിനുള്ള ബ്രൂക്കിൻ്റെ ശക്തമായ വിശ്വാസത്തെ അദ്ദേഹം തൻ്റെ ശക്തമായ നെഗറ്റീവ് ഭാഷയിലൂടെ വിവരിക്കുകയാണ്. അപ്പം യുദ്ധത്തിന് ഒരുങ്ങാൻ വേണ്ടിയും അതുപോലെ തയ്യാറെടുക്കാത്തവരെയും കുറിച്ചാണ് ഇവിടെ പോയിട്ട് വിമർശിക്കുകയാണ്. വി ഹു ഹാവ് നോൺ ഷെയിം വി ഹാവ് ഫൗണ്ട് റിലീസ് ദെയർ. അപ്പം ലജ്ജയിൽ നിന്നും ശൂന്യതയിൽ നിന്നുമുള്ള മോചനം. അപ്പം ലജ്ജ അറിഞ്ഞ നമുക്ക് അവിടെ മോചനം ലഭിച്ചു എന്ന് ഈ വരി സൂചിപ്പിക്കുന്നത്. അപ്പം യുദ്ധം അവരുടെ മുൻകാല പരാജയങ്ങളെ മറികടന്ന് സേവനത്തിലൂടെയും ത്യാഗത്തിലൂടെയും ഒരു പുതിയ ഐഡൻറ്റിറ്റി കണ്ടെത്താനുള്ള അവസരം അവർക്ക് നൽകുന്നു എന്നാണ്. അപ്പോൾ അപമാനമോ ശൂന്യതയോ അനുഭവിച്ചവർക്ക് യുദ്ധം ഒരു മോചനത്തിൻ്റെയും ഒരു പുതുക്കലിൻ്റെയും ബോധം പ്രദാനം ചെയ്യുന്നു എന്നാണ്. അതായത് സെൻസ് ഓഫ് ലിബറേഷൻ ആൻഡ് റിന്യൂവൽ പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് ഈ വരി പറയുന്നത്. വേർ ദർ ഈസ് നോ ഇൽ നോ ഗ്രിഫ് ബട്ട് സ്ലീപ്പ് ഹാസ് മെൻഡിങ്. അപ്പം പറയുകയാണ് നോ ഇൽ നോ ഗ്രിഫ്, അതായത് കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ വേദനകൾ പൂർണ്ണമായും ഇല്ലാത്ത ഒരവസ്ഥയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഇറ്റ്സ് എ വിഷൻ ഓഫ് എ പ്ലേസ് വേർ ദർ ഇസ് നോ ഇൽനെസ് നോ സാഡ്നെസ് ആൻഡ് നോട്ട് ലോസ്. അപ്പോൾ ഉറക്കം എന്നത് മരണത്തിനെയോ ഇല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിനോ ഉള്ള ഒരു രൂപകമാണ്, ഒരു മെറ്റഫറാണ്. ദ സോൾജേഴ്സ് ഹു ഹാവ് നോൺ ഷെയിം എന്ന ലൈൻ നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെ സ്ലീപ്പ് ഹാസ് മെൻഡിങ്, ഈ മെൻഡിങ് എന്ന ആശയത്തെ നാണക്കേടോ കഷ്ടപ്പാടോ അനുഭവിച്ച പട്ടാളക്കാരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതായത് നെഗറ്റീവ് അനുഭവങ്ങളെ മറികടന്ന് സമാധാനം കണ്ടെത്താനുള്ള ഒരു മാർഗം മരണം വാഗ്ദാനം ചെയ്യുന്നുവെന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ യുദ്ധത്തിൻ്റെ ഭീകരതകളും മരണാനന്തര ജീവിതത്തിലെ സാങ്കല്പിക സമാധാനം തമ്മിലുള്ളൊരു കോൺട്രാസ്റ്റ് ഈ വരി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതായത് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ഹൊറേഴ്സ് ഓഫ് വാർ ആൻഡ് ദ ഇമാജിൻഡ് പീസ് ഓഫ് ആഫ്റ്റർ ലൈഫ്. ഓക്കെ, അതുപോലെ വിശ്രമത്തിൻ്റെയും മറവിയുടെയും ഒരു രൂപകമായ ഉറക്കത്തിന് യുദ്ധത്തിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്താൻ കഴിയുമെന്ന ആശയം ഇത് അവതരിപ്പിക്കുന്നു. അതുപോലെ മരണം ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരം നൽകുമെന്നും സൂചിപ്പിക്കുന്നു. നോട്ട് ബ്രോക്കൺ സേവ് ദിസ് ബോഡി ലോസ്റ്റ് ബട്ട് ബ്രെത്ത്. അത് ശരീരം നഷ്ടപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്താലും ആത്മാവ് തകർക്കപ്പെടുന്നില്ല എന്ന് എടുത്തു കാണിക്കുന്ന വരികളാണിത്. അതായത് യുദ്ധത്തിൽ നഷ്ടപ്പെടുന്ന ഒരേ ഒരു കാര്യം സൈനികൻ്റെ ശാരീരിക അസ്തിത്വം, അതായത് ഫിസിക്കൽ ബീയിങ് മാത്രമാണെന്നാണ് ഈ വാചകം ഊന്നി പറയുന്നത്. അത് ആത്മാവ് ഈ സന്ദർഭത്തിൽ തകരുകയോ നഷ്ടപ്പെടുകയോ ചെയ്യില്ല എന്നാണ് കവി നിർദ്ദേശിക്കുന്നത്. നത്തിങ് ടു ഷേക്ക് ദ ലാഫിംഗ് ഹാർട്ട്സ് ലോങ് പീസ് ദെയർ. അപ്പോൾ നത്തിങ് ടു ഷേക്ക്, അപ്പം ഈ ലാഫിംഗ് ഹാർട്ട്, ചിരിക്കുന്ന ഹൃദയം, ഈ വാചകം ശക്തനും സന്തുഷ്ടനും തൻ്റെ രാജ്യത്തിന് വേണ്ടി പോരാടാൻ തയ്യാറുള്ളവനുമായ ഒരു സൈനികനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതുപോലെ സമാധാനം, ലോങ് പീസ്, ഇത് നിത്യമായ വിശ്രമത്തിൻ്റെയും ശാന്തതയുടെയും അവസ്ഥയെ സൂചിപ്പിക്കുന്നു. അവിടെ ഇനി കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെ നത്തിങ് ടു ഷേക്ക് എന്ന് എംഫസൈസ് ചെയ്യുന്നത് മരണത്തിൻ്റെ സമാധാനം, അത് പീസ് ഓഫ് ഡെത്ത് ഈസ് ആബ്സൊല്യൂട്ട് ആൻഡ് അൺഡിസ്റ്റർബ്ഡ് എന്നാണ്. അതായത് സൈനികൻ്റെ ആത്മാവ് ആത്യന്തികമായ വിശ്രമവും സന്തോഷം കണ്ടെത്തുന്ന സമാധാനപരവും ശാന്തവുമായ ഒരു മരണാനന്തര ജീവിതത്തിൻ്റെ ഒരു വിഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ബട്ട് ഓൺലി അഗണി ആൻഡ് ദാറ്റ് ഹാസ് എൻഡിങ്. ഈ വരി സൂചിപ്പിക്കുന്നത് കഷ്ടപ്പാടുകൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിലും അത് ശാശ്വതമല്ല എന്നാണ്, അത് പെർമനൻ്റ് അല്ല. ഡെത്ത് ബ്രിങ്സ് എ ഫൈനൽ ആൻഡ് ലാസ്റ്റിംഗ് പീസ്. മരണം അന്തിമവും നിലനിർത്തുന്നതുമായ ആ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സമാധാനം നൽകുന്നു. അപ്പോൾ വേദനയിൽ നിന്നും മുക്തമായ ഒരു സമാധാന അവസ്ഥ മരണത്തിൽ കൈവരിക്കാനാകുമെന്ന് ഇവർ സൂചിപ്പിക്കുന്നു. ആൻഡ് ദ വേഴ്സ്റ്റ് ഫ്രണ്ട് ആൻഡ് എനിമി ഈസ് ബട്ട് ഡെത്ത്. ഡെത്ത് ആസ് എ ഫ്രണ്ട്, അതായത് ഒരു സുഹൃത്തെന്ന നിലയിൽ മരണം അതെങ്ങനെയാണ്? വേദനയിലോ കഷ്ടപ്പാടിലോ ഉള്ളവർക്ക് മരണം അവരുടെ കഷ്ടപ്പാടുകൾക്ക് സമാധാനപരമായ ഒരു അന്ത്യം നൽകുമെന്ന് കവിത സൂചിപ്പിക്കുന്നു. അതായത് ഭൂമിയിലെ ദുരിതങ്ങളിൽ നിന്നുള്ള ഒരു മോചനമായി ഇതിനെ കാണാൻ കഴിയും. ഒരു ശത്രു എന്ന നിലയിൽ മരണം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അവസാനത്തെയും അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആ ഒരു മരണം ഉണ്ടാക്കുന്ന തടസ്സങ്ങളെയും ഇത് അംഗീകരിക്കുന്നു. അത് ഡ്യുവാലിറ്റി ഓഫ് ഡെത്ത് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാണാൻ കഴിയുന്നത് സമാധാനത്തിൻ്റെ ഒരു സാധ്യതയുള്ള ഉറവിടമായും കാണാം, അതുപോലെ അഗാധമായ നഷ്ടത്തിന് കാരണമായും ഈ മരണത്തെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞത് കഷ്ടപ്പാടുകളിൽ നിന്നുള്ള മോചനമാണ് മരണം. അതുപോലെ രണ്ടാമത് വലിയ നഷ്ടത്തിനും ദുഃഖത്തിനും കാരണമാകുന്നതുമാണ് മരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത്. I hope you are clear with this explanation. Thank you.